ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. മെയിൻ്റനൻസ് സെഷൻ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പുതിയ പാക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരു ജെ ലീഗിൻ്റെ പാക്ക് വന്നിട്ടുണ്ട്. ഇത് മുന്നേ വന്ന പ്ലെയേഴ്സ് എല്ലാം ഉണ്ട് തോന്നുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ഷോർട്ട് ടൈം പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ മൊത്തം 200 പ്ലെയേഴ്സിൻ്റെ പാക്കായി. അതായത് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ പഴയൊരു ഫീച്ചേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ക്ലബ് സെലക്ഷൻ. നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു പെസ്സിലല്ല, ഈ ഫുട്ബോളിൽ 2 വർഷം മുന്നേ ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് മാറ്റി. ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ലൈസൻസ് ഇല്ലാത്ത ക്ലബിൻ്റെ പ്ലെയേഴ്സിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. നമുക്കിതിപ്പോൾ 8 പ്ലെയേഴ്സാണ് ഇതിലുള്ളത്. 8 പ്ലെയേഴ്സിനെ വേണം നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പാക്കാണ്. ഇതിൽ ഗോൾ കീപ്പറില്ലാന്ന് തോന്നുന്നു, ബാക്കി എല്ലാവരും ഉണ്ട്. ഇത് 101 ഓവറോൾ പോകുന്ന സലയുണ്ട്, പിന്നെ വാൻഡൈക്ക് ഉണ്ട്, പിന്നെ ലിവർപൂളിൻ്റെ അത്യാവശ്യം എല്ലാവരും തന്നെയുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് ദി വീക്കാണ്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ആലിസൺ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പാക്കിൽ കൊണ്ടുവരാത്തത്. ആലിസൻ്റെ ഒരു നല്ല കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ പെട്രിയുടെ ബോക്സ് ടു ബോക്സ് വെർഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൊളമാനി ജുവൻ്റസിലെത്തി, അവിടുത്തെ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഡെവിൾജിൻ്റെ ഒരു ഡിസ്ട്രോയിഡ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെയൊക്കെ 2 ബൂസ്റ്റർ കാർഡും എലേങ്ക ലെവീസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ അലിസണും പെട്രിയും തന്നെ ഉള്ളൂ. പിന്നെ വന്നിരിക്കുന്ന പാക്കാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പാക്ക്. ഇത് ഓൾറെഡി ഞാൻ എല്ലാം സ്പിൻ ചെയ്തു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നില്ല. ഓക്കെ, ഇത് ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് റോയിൽ 4 പേരെ സ്പിൻ ചെയ്ത് കിട്ടുന്നത്. എൻ്റെ ടാർഗറ്റ് മെയിനായിട്ട് ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന 3 പ്ലെയേഴ്സായിരുന്നു. അറൂഹോയും ഡെമ്പലയും കിമ്മിച്ചിൻ്റെ അടുത്ത് പറയാം. കിമ്മിച്ചിൻ്റെ CB കാർഡാണ് വന്നിരിക്കുന്നത്, അതും ബിൽഡപ്പ് വെർഷൻ. CB ആയിട്ട് യൂസ് ചെയ്തതിലും DMF ആയിട്ട് ഞാൻ യൂസ് ചെയ്തു. കൊള്ളാം, നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ഫസ്റ്റ് റോയിൽ 4 കാർഡും, അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ഒരു ഗെയിം പ്ലേ ഇതിൽ ചെയ്യാം. ഇത്രയാണെന്ന് വന്നിരിക്കുന്നത്. പിന്നെ മാച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചത്തെയും പോലെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ UCLൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് നമുക്ക് കളിച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. പിന്നെ സ്ട്രൈക്ക് അറീന വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ സ്ട്രൈക്ക് അറീനയിൽ 100 കോയിൻ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലെയർ ടു പ്ലെയർ ഓൺലൈൻ മാച്ചിലും ഒരു 50 കോയിൻ കിട്ടുന്നുണ്ട്. അത്രയൊക്കെ തന്നെ കോയിൻ ഇവൻറ്റ് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് പ്ലെയേഴ്സിന്, അതായത് എനിക്ക് കിട്ടിയ പ്ലെയേഴ്സ് ഞാൻ സ്ക്വാഡിലിട്ടുണ്ട്. അതായത് ചാമ്പ്യൻസ് ലീഗ് പ്ലെയേഴ്സ്, ഈ 4 പേരെ വെച്ച് ഒരു മാച്ച് റിവ്യൂ ഞാനതായാലും ചെയ്യാം. ഈ കൂടെ തന്നെ അത് ചെയ്യാം. ഇന്ന് UCL പ്ലെയർ ഓഫ് ദി വീക്കിൽ നിന്ന് കിട്ടിയ 4 പ്ലെയേഴ്സിന് വെച്ചിട്ടുള്ള മാച്ച് ഏതായാലും ഒന്ന് കളിച്ചു നോക്കാം. എനിക്ക് കിട്ടിയ 4 പ്ലെയേഴ്സാണ്. അതായത് എൻ്റെ ടാർഗറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റോയിലെ 4 പ്ലെയേഴ്സ് എനിക്ക് കിട്ടിച്ച് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഓപ്പൺഡ് വരട്ടെ. ആ 4 പ്ലെയേഴ്സിന് സ്ക്വാഡിലിട്ടിട്ട് ഓപ്പൺഡ് ഒന്നുണ്ട്. ഞാൻ ഗോൾഡൻ ഗോളാണ് കളിക്കുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഗോൾ അടിക്കുമ്പോൾ കളി തീരും, ചെറിയൊരു കളി. ഓക്കെ, ഡിവിഷൻ 1 ഓപ്പൺഡാണ്, നല്ല കളിയായിരിക്കാം. ഓക്കെ, ഏതായാലും നോക്കാം. ഇതാ ഓൾറെഡി നമ്മൾ ഓക്കെ നമ്മൾ ഡംബലയും തുറാമും ഫോമിലാണ്. കിമ്മിച്ചുണ്ട്, പിന്നെ അറുഹോയുണ്ട്. ഓക്കെ, 4 പേര് സ്ക്വാഡിലിട്ടിട്ടുണ്ട്. ഓക്കെ, കൗണ്ടർ ടാർഗറ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഡെമ്പലെ ഡീപ്പ് ലൈൻ ആയതുകൊണ്ട് ഫ്രണ്ടിലേക്ക് റൺ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒഫൻസീവ് അവർനെസ്സും കുറച്ച് കുറവാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഇത് ഓപ്പോണൻ്റ് സ്ക്വാഡ് അടിപൊളിയാണ്. കസിയാസ് നല്ല സ്ക്വാഡാണ്. ഡിവിഷൻ 1 പ്ലെയർ ആണല്ലോ, അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാതെ നല്ല കളിയായിരിക്കും.
ഡെംബലയുടെ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാർഡെന്ന് പറയാമെന്ന് വെച്ചാൽ 90 ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഡെംബലയുടെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു 90 ഫിനിഷിങ്ങുള്ള കാർഡ് വരുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും മാച്ച് നോക്കാം. ഓക്കെ, സാബിയാണ് അവരുടെ മാനേജർ. ഗോൾഡൻ ഗോൾ ചലഞ്ച് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ഗോൾ ആരടിക്കുന്നു അവിടെ മാച്ച് കഴിയുകയാണ്. നമ്മൾ ടച്ചാണ്. ഓക്കെ, ഡെംബല, ജോഡി ആൽബ ത്രൂ വെച്ച് കൊടുക്കാം. തുറാം. ഓക്കെ, നല്ല ഷോട്ടായിരുന്നു. കസിയസ്. ഈ കസിയസിൻ്റെ കാർഡ് നല്ല പവേർഡ് കാർഡാണ്. കിട്ടിയിരിക്കേണ്ട കളിപ്പിച്ച് നോക്കിയാൽ അവർക്കറിയാം. അടിപൊളി കാർഡാണ്. വന്നതിൽ വെച്ച് നല്ല കാർഡാണ്. അതായത് വളരെ യങ് കാർഡാണ്. 19 വയസ്സിലെങ്ങാണ്ടുള്ള കാർഡാണ് റയൽ മാഡ്രിഡ് വന്ന സമയത്ത്. ഓക്കെ, നമുക്ക് കോർണർ കിട്ടിയേക്കാണ്. ഓക്കെ, നമുക്ക് റൂഹോയ്ക്ക് കിട്ടിയാൽ നോക്കി നോക്കാം. ഓക്കെ, ബട്ട് നല്ല റീഫ്ലക്സ്, നല്ലൊരു സേവ്. വീണ്ടും കസിയസ്. ഓക്കെ, അവരുടെ കൗണ്ടറാണ്. ഓക്കെ, ബറേസി മച്ചപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ജോഡി ആൽബ റണ്ണെടുത്ത് ത്രൂ കൊടുത്ത് നോക്കാം. ഓക്കെ, ഡെംബലെ. ഓക്കെ, നമ്മുടെ ത്രോയാണ്. ഓക്കെ, ഡെംബലെ പാസ് കൊടുക്കുന്ന മുന്നേ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക്. നമ്മൾ വൈഫൈ അല്ല, മൊബൈൽ നെറ്റ്വർക്കിലാണ് കളിക്കുന്നത്. അതിൻ്റെ ചെറിയ ലാഗ് വരുന്നുണ്ട്. ബറേസി ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഡെംബലെ. ഓക്കെ, ഫൗളല്ല. ഡെംബലെ നല്ല ഫ്ലെക്സിബിളാണ്. ഓക്കെ, കോസ്റ്റക്കുട്ട ക്ലിയർ ചെയ്തു. തുറാമിന് കിട്ടിയില്ല. ഓക്കെ, അവരുടെ ഷോട്ട്. ഓക്കെ, തുറാമിന് കൊടുത്താം. തുറാമിലേക്ക് എത്തിയിരുന്നെങ്കിൽ. ഓക്കെ, കിട്ടിയില്ല. തുറാമിൻ്റെ കാർഡ് നൈസാണ്, ബട്ട് ഫിനിഷിംഗ് ഇല്ല. 83-85 ഫിനിഷിങ്ങേ വരുന്നുള്ളൂ. സ്ട്രൈക്കർക്ക് ആവറേജിൽ 85 ഉണ്ടെങ്കിൽ ഒരു 88 എല്ലാം കിട്ടും. പക്ഷേ ഇത് ഓക്കെ. ഡെംബലെ ഷോട്ട് എടുക്കാം. ഓ, സ്റ്റണ്ടിങ് അല്ല, സാധാ ഷോട്ടാണ് അടിച്ചത്. കസിയസ് ഗുഡ് സേവ്. ഓക്കെ, എന്തെങ്കിലും അറുഹോയിൻ്റെ ലക്ഷ്യമാക്കി കൊടുക്കാം. അറുഹോ. ഓക്കെ, നമുക്ക് ലക്കില്ല. അവരുടെ കൗണ്ടറാണ്. എംബപ്പെ. ഓക്കെ, ഡിക്സൻ്റെ ഇൻ്റർസെപ്ഷൻ. ഡെംബലെ ടു ഫിയോറി. ഇല്ല, ബോൾ മിസ്സാക്കി. ഓക്കെ, കിട്ടി. കിമ്മിച്ചിൻ്റെ DMF CMFന് പറ്റിയ കാർഡാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട്. മാൻ മാർക്കിംഗ് ഒക്കെ വരുന്നുണ്ട് ഓൾറെഡി ഇതിൽ. ബിൽഡപ്പ് കാർഡായതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാം. പിന്നെ അത്യാവശ്യം സ്പീഡുണ്ട്. പിന്നെ ഏരിയൽ സുപ്പാറ്റ് ഉണ്ട്. ഹെഡിങ് സ്കില്ലും ഇല്ല. ഹെഡിങ് നമുക്കറിയാമല്ലോ, കിമ്മിച്ച് ചെറിയ പ്ലെയറാണ്. 67 68 ഹെഡിങ് വരുന്നുള്ളൂ. അതായത് പോരായ്മ. അപ്പം CB ആയിട്ടിട്ടാൽ ചിലപ്പോൾ ഹൈ ബോൾ വന്നാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ DMF CMF RB ഒക്കെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, കിട്ടി. ഓക്കെ, ആൽബർട്ട് തുറാമിന് കിട്ടിയില്ല. ഒരു ഗോളിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ഗോൾ ചലഞ്ച് ആയതുകൊണ്ട് ഫസ്റ്റ് ഗോൾ ആരടിക്കുന്നോ മാച്ച് അവിടെ ഫിനിഷ് ആവും. ഓക്കെ, ഒരു ക്രോസ്. ഓക്കെ, നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത് അറുഹോയുടെ. അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട്, നല്ല സ്പീഡുണ്ട്. 88 സ്പീഡ് കിട്ടുന്ന ഒരു CB ആണ്. ഡിസ്ട്രോയ് കാർഡാണ്. നല്ല ഹെഡിങ് ഉണ്ട്.
ഡിഫെൻസീവ് പരമായി എല്ലാ സ്റ്റാറ്റും ഉണ്ട്. ഓക്കെ, ഹാഫ് ടൈമായി. ഓക്കെ, ഇന്റർസെപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു. മൈനസ് ബോൾ. ഓക്കെ, അവരുടെ കോർണറാണ്. ഓക്കെ, അടിപൊളി സേവ് സ്മൈക്കിൾ. വീണ്ടും ക്രോസ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇത് ഫുൾ ടൈം കളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. നല്ല ഓപ്പൺ ആയതുകൊണ്ട് കളി നല്ല ടൈറ്റായി. ഓക്കെ, കിമിച്ച് ത്രൂ ഫൗൾ ചെയ്തേക്കാം കിമിച്ചിനോട്. കിമിച്ച് ത്രൂ ബോൾ കൊടുത്ത് നോക്കാം. ഓക്കെ, ഫിയോറി. ഫിയോറി ഷോട്ട്. കസിയാസ് ഫുൾ ഫോമിലാണെന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും അൽബ ടു തുറാമെ ഫ്ലെക്സിബിലിറ്റി ഇല്ല, നമുക്കറിയാമല്ലോ. ബൾക്കി ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് ബാലൻസും ഒന്ന് ടേൺ ചെയ്ത് വരാനൊക്കെ കുറച്ച് താമസമാണ്. പക്ഷേ ഡെമ്പലെ അടിപൊളിയാണ്. ഡെമ്പലേനെ ഞാൻ ഒരു മാച്ച് നേരത്തെ കളിപ്പിച്ചിരുന്നു. ഫസ്റ്റ് ഗോൾഡൻ ഗോളിൻ്റെ ഫസ്റ്റ് മാച്ച് അതിൽ ഡെമ്പലെ ഗോൾ അടിച്ചാണ് ജയിച്ചത്. നല്ല ഫ്ലെക്സിബിളാണ്. എനിക്ക് പ്രശ്നമായി തോന്നിയത് ഒഫൻസീവായിട്ട് കുറച്ച് റൺ എടുക്കുന്നില്ല. ഡീപ്പ് ലൈനുമാണ്, പിന്നെ ഒഫൻസീവ് അവർനെസ് കുറവുള്ളത് കൊണ്ട് അതുകൊണ്ട് കൗണ്ടർ ടാർഗറ്റ് ആക്കിയേക്കുന്നത്. ഓക്കെ, അവിടെ ഓഫ് സൈഡ് ആയിരിക്കും, അതുകൊണ്ട് റഷ് ഔട്ട്. ത്രൂ ബോൾ കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ചാൻസ്. ഓക്കെ, ഷോട്ട് ടൈമിങ് തെറ്റിപ്പോയി തോന്നുന്നു. എംബാപ്പയാണ്, പവർ കൂടിയ ഷോട്ടായി, മേലെ കൂടെ പോയി. ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലെയേഴ്സ് ഒന്ന് ടൈറ്റായി പിടിച്ച് നിൽക്കുന്ന ഫീലിംഗ് വരുന്നുണ്ട്. അൽബ ഫിയോറിക്ക് കിട്ടിയില്ല. അൽബ ടു. ഓക്കെ, നമുക്ക് തുറാമിനെ ഒന്ന് തുറാമിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം, സബ് ഇറക്കണം. ഓക്കെ, കമാൻഡ് തെറ്റിപ്പോയി. നമ്മൾ ഫ്രണ്ടിലേക്ക് ത്രൂ കൊടുക്കാൻ കഴിഞ്ഞു, പക്ഷേ നമ്മുടെ മിസ്റ്റേക്ക്. മെസ്സി 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 മെസ്സി. സ്മൈക്കിൾ രക്ഷിച്ച്. സ്മൈക്കിൾ വീണ്ടും നല്ലൊരു കിടിലൻ സേവ്. ബ്ലിറ്റ്സ് മെസ്സി ആയിരുന്നു, പക്ഷേ കർവ് ചെയ്തില്ല. ഡയറക്റ്റ് അടിക്കുക. ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഷെവേനെ ഇറക്കി. ഓക്കെ, ഇറക്കി നിർത്താം പ്ലെയേഴ്സിനെ. ഓക്കെ, കറക്റ്റ് ഇറക്കി നിർത്തിയെടുത്താൽ വന്നത്, അതുകൊണ്ട് നമ്മൾ കുത്തിവിടാൻ കഴിഞ്ഞു. ഓക്കെ, ഡെമ്പലെ ത്രൂ ബോൾ കൊടുക്കാം. ഓക്കെ ഓക്കെ, ഫിയോറി. പോസ്റ്റിലടിച്ച് മടങ്ങി. നല്ല ഷോട്ടായിരുന്നു. ഓക്കെ, ഡെമ്പലെ ഒന്ന് കർവ് ചെയ്ത് നോക്കാം. കേൾ കുറവാണ്. 2 ഫൂട്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന പ്ലെയറും കൂടെയാണ് ഡെമ്പലെ. അതുകൊണ്ട് നമുക്ക്
ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ഏത് ആംഗിളും ഷോട്ട് എടുക്കാം, പക്ഷേ കേൾ കുറവാണ്. പിന്നെ ഡെംബലയുടെ ഏറ്റവും പോരായ്മയായിട്ടുള്ളത് നമുക്ക് ഈ കാർഡ് ഓക്കെ വീണ്ടും ഇതിപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോകും തോന്നുന്നു. മാച്ച് ഓൾറെഡി ടൈം കഴിയാനായി. ഡെംബലയുടെ എന്താ പറഞ്ഞു വന്നേ, ഫോം ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതൊരു മോശമാണ്, ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മാച്ച്. ഗോൾഡൻ മാച്ച് റെയറായിട്ട് ഇങ്ങനെ വരാറുള്ളൂ. ഒന്നെങ്കിൽ ഓപ്പോണൻ്റ് ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് മുന്നേ ഫിനിഷ് ചെയ്യാറുണ്ടായിരുന്നു. ബോൾ പൊസിഷൻ അവരാണ്, പക്ഷേ ഷോട്ട് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെ ചേഞ്ച് ചെയ്യാൻ, നമുക്ക് ഫിയോറിനെ മാറ്റി ബെക്കാമിനെ ഇറക്കാം. ഓക്കെ, തൽക്കാലം അത് മതി. ഓക്കെ, എത്തിയില്ല. അത്രയും ബോളെത്തുന്ന മുന്നേ അവർ കവർ ചെയ്തു പോയി. ഗിൽബർട്ടോ സിൽവ, അലബ, ഡെംബലെ. ഓക്കെ, ഷോട്ട് ബ്ലോക്ക് ചെയ്യും. ഓഫ് സൈഡ്, നമ്മൾ ബെക്കാം ഓഫ് സൈഡ്. ഓക്കെ, ത്രൂ കിമ്മിച്ച് ഓടി കയറുന്നുണ്ട്. ഓക്കെ, കിമ്മിച്ച് ഓക്കെ, ഗോൾ. ഓക്കെ, അങ്ങനെ നമ്മൾ മാച്ച് എടുത്തിട്ടുണ്ട്. കിമ്മിച്ച് തന്നെ, കിമ്മിച്ചിന് ഫസ്റ്റ് മാച്ചായിരുന്നു. ഓക്കെ, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ കഴിച്ചിലായി ഫ്രണ്ട്സ്. നല്ലൊരു മാച്ചായിരുന്നു. ഓക്കെ, അതായത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഓക്കെ, ബൈ.